യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത് നമ്മള് കസിൻസ് തിങ്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ കഴിച്ചു വെക്കാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ എല്ലാരും പരിചയപ്പെട്ടിട്ട് തരാം. ഇതിന്റെ കസിനാണ്, മാമന്റെ മോള്, ഇതിന്റെ കാക്കാണ്, സ്വന്തം കാക്ക, ഇതിന്റെ വേറൊരു കാക്ക, ഇതിന്റെ മൂത്തമാരുടെ മോളാണ്. ആളൊരു ഷൈയാണ്, ആളെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു ഷൈയാണ്, ആളങ്ങനെ ക്യാമറ മുന്നിലൊന്നും വരില്ല. പിന്നെ അങ്ങനെ വെച്ച് പറയണ്ട. പിന്നെ ഇവള് അപ്പൊ ഞാന് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാത്ത ആൾക്കാരാണ്. അപ്പുറത്തെ ഒരു മൂലക്ക് ഒരാളുണ്ട് ഇവിടെ. ഇൻട്രോവേർട്ട് ആണ്. ഹായ്, ഞാൻ ഇൻട്രോവേർട്ട് പറഞ്ഞേ. ഇൻവെർട്ടർ ആണ്. അതെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറ എന്താണ്? കേരളത്തിൽ ഇപ്പൊ മഴയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ മഴ ഇല്ല. മഴ എന്ന് പറയുമ്പോ മഴന്ന് പറയുമ്പോ ഒന്നാമത്തെ കാര്യം ഇവർക്കൊക്കെ ഇങ്ങനെ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടൂല. അല്ല അൻസാർ, സോറി കുഞ്ഞുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞുട്ടികൾ വെറുതെ പറഞ്ഞില്ല, ആളിങ്ങനെ ഒരു ഷൈയാണ്. അപ്പം കളിച്ചാലാ Q&A പോലെ എന്തെങ്കിലും കളിച്ചാലാ? അല്ല ഇതുണ്ടായിക്കോട്ടെ. എനിക്കറിയാൻ മേലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ പറയാം. നമുക്ക് പ്രശ്നങ്ങൾ പറയില്ല മുത്തോളെ, കാരണം ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു മനുഷ്യൻ ജനിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഗുഡ് ക്വാളിറ്റീസ് പറയാ, അല്ലെങ്കിൽ നല്ലതും ചീത്തതും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓരോരോ സാധനങ്ങൾ പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒന്നല്ല, രണ്ടനുഭവങ്ങളുണ്ടായത്. പക്ഷെ ഞാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഏത് എല്ലാരും ഒന്ന് ചിരിച്ചിട്ട് നമ്മൾ ടീം ഇത്ര ആൾക്കാരല്ല, നമ്മൾ കുറച്ചും കൂടി ആൾക്കാരുണ്ട്. പക്ഷെ വലിയ കുടുംബമാണ്. ഇപ്പൊ ഇത്ര ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കുടുംബത്തിലുള്ള എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാരും നല്ല സംസാരിക്കും. അതെ, നല്ല സംസാരിക്കും. ഇൻട്രോവേർട്ട് ഇല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാന് ഇവരായിട്ടൊന്നും സംസാരിക്കില്ല. എന്നൊരു ഇങ്ങനെ എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാരും അടിച്ചമർത്തുവാൻ പ്രശ്നം. പ്രശ്നമാണ്. ഉണ്ടായ അനുഭവങ്ങൾ പറയും. അല്ല എങ്ങനെ പറയാ, കാക്കാന്റെ ഒരു നല്ല ക്വാളിറ്റി പറയും. അങ്ങനെ എല്ലാരും അങ്ങനെ പറയും. ഞാൻ പറയുന്ന ഫസ്റ്റ് മുതല് കുഞ്ഞുട്ടിന്റെ തുടങ്ങി ഫസ്റ്റ്. നിങ്ങളത് മൂന്നാളത് ഞാൻ പറയും, പിന്നെ എങ്ങനെ പോകും നിങ്ങളെല്ലാരും അങ്ങനെ പറയാം. ഫസ്റ്റ് കുഞ്ഞു ആൻസാറിന്റെ ഫസ്റ്റത്തെ ഒരു ക്വാളിറ്റി പറയുള്ളൂ, കൊറേ പറയില്ല. ഒന്നാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാണെങ്കിൽ പറഞ്ഞാൽ കേട്ടിരിക്കും. അങ്ങനെ കേട്ടിരുന്നുള്ളൂ. ഭയങ്കര ത്രില്ലാണ് ഇങ്ങനെ കേൾക്കാൻ കഥകളൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേട്ടിരിക്കുവോന് എന്ത് കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കുക. പിന്നെ കാക്കന്റെ പിന്നെ ഓവറോളാണ്. എന്താണ്, എനിക്ക് എന്ത് പ്രശ്നം എന്തുണ്ടെങ്കിലും കാക്കനോട് പോയി പറയാം. സൊല്യൂഷനും ഉണ്ട്, അതിനുള്ള ഇതുണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും ഒക്കെ നമ്മളൊന്നും ചെയ്യണ്ട, ഓൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പം അതാണ് ഓന് ഓവറോൾ എല്ലാതാണ്. പിന്നെ മുത്തോളെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ളൊരു ബോണ്ടാണ് ഞങ്ങള്. വേറെ ആളും കൂടെ ഉണ്ട് ഈ സൈഡില്, അനിയത്തി. അപ്പം ആ ഒരു ബോണ്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയില്ലട്ടോ. പല കാര്യങ്ങളും നമ്മൾ അടുത്ത കാലത്താണ് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് നല്ലൊരു ഗേൾസ് തിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം. ഇനി അടുത്തുള്ളത് ഇനി ഇവിടുന്ന് ഇല്ല, അവിടെ ഞാൻ എങ്ങനെ പോയിക്കോ പറഞ്ഞോ, ലാഗാക്കല്ലോ. എന്താ പറയാന് കുഞ്ഞുട്ടിനെ കുറിച്ചിട്ട് എന്താ പറയാൻ?
ഇതുപോലത്തെ ഒരു പയ്യൻ നീ പറ, നീ ചെറുക്കനെ പറ്റി പറ. എനിക്ക് പറയാൻ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു വാക്കുകളില്ല. സപ്പോർട്ടീവ് ആയിരുന്നു മൊത്തത്തില്. ഓവറൊന്നും വെക്കൂല. എന്താ പറയാ ഇപ്പൊ കുഞ്ഞുട്ടിനെ കുറിച്ചിട്ട്? എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അത് പറഞ്ഞ കുഞ്ഞുട്ടി തീർന്നു. ആടാ കുഞ്ഞുട്ടി. പിന്നെ റമീസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എടുക്കെടുക്ക് പണ്ടൊന്നും എനിക്ക് ഇഷ്ടല്ല. ഇങ്ങനെ എടുക്കെടുക്ക് ഇങ്ങനെ പണ്ട് ഞാൻ നിന്നെ എന്താക്കി? ഒതുങ്ങി പണ്ടിങ്ങനെ ക്രിഞ്ചിങ്ങനെ ക്രിഞ്ഞി അടിക്കുന്ന പണ്ട് ഇങ്ങനെ എങ്ങനെ പറയും എന്താ അങ്ങനെ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ പറയില്ലേ കുത്തി കുത്തി ഇങ്ങനെ പറയും. കിട്ടിട്ട് എന്നെ വെറുതെ അടിയില്ലേന കൊറേ മുന്നേ പണ്ട് ഇത് കുഞ്ഞുട്ടിയായിരുന്നു. കുഞ്ഞുട്ടി ഇപ്പോഴും അടിയാണ്. കുഞ്ഞുട്ടിനെ എടുക്ക് കുഞ്ഞുട്ടി പ്രഷറിലാ ഒരുക്കുണ്ടാവാ. ഓർത്തുണ്ടിന് വരെ അടി ഉണ്ടാക്കി എന്നിട്ട് തെറ്റി നടന്നു മുണ്ടാതെ. അതൊക്കെ ഒരു കാലം. മാമ്പഴം തിന്നാൻ വേണ്ടി മാങ്ങ കേട്ടൊരു കാലം. പിന്നെ മോൾട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഓള് എനിക്ക് എന്താ തോന്നി മോൾട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആരെ കുറിച്ചും കുറ്റം പറയില്ല. ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരങ്ങനാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ സംഭവം ഇന്നുവരെ ഞാൻ ഞാൻ കേട്ടിട്ട് അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ഇപ്പൊ എല്ലാരും പറയണ ഞാൻ എന്നെ പൊക്കി പറയില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയും. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതേപോലെ തന്നെ എന്നെ സ്നേഹിക്കണവരും എന്നെ പറ്റി വേറെ ആളോട് പോയി പറയണത് ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ആവും. എന്നെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് അവർക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ എന്നോടൊന്ന് പറയാം. ഓക്കെ, താങ്ക് യു. അടുത്തത് എന്നെ കുറിച്ച് കുറ്റം ഇല്ല. ഇപ്പോ അൻസാറിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ പ്രായം തൊട്ട് അറിയാം അല്ലെ. നമ്മൾ അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ തന്നെ കമ്പനിയാണ്. പിന്നെ കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അല്ലേ. പണ്ട് മുതലേ കളിയുന്നുണ്ട്. ഞാൻ ബാക്കിൽ കോമഡി ഉണ്ട്. ഞാൻ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് ഉമ്മാരെ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇവരുണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു തന്നെ ഒരു കസിൻ ബ്രദർ ഇവരിതാണ് ഇവിടെ ഇവരുണ്ടാവും. എന്റെ കൂടെ നടക്കാൻ തല്ല കോമഡി ആയിരുന്നു. കാരണം അമ്മ അത് നല്ല ചിക്കനാണ്. നമുക്ക് ഇവന്റെ ക്യാരക്ടർ ചെറുപ്പത്തിലേക്ക് ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടും. എന്താ ചെയ്യാ ഒരു ഓറൊക്കെ പോയി. പണ്ടൊക്കെ ആശ അടിപൊളിയായിരുന്നു. നമ്മളെ ചെക്കനായിരുന്നു. നല്ല പാട്ടൊക്കെ പാടും. മാർച്ചിലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് പറയാൻ. ആക്ച്വലി എല്ലാം കൂടെ നല്ലൊരു ക്യാരക്ടറാണ്. എന്തൊക്കെയോ അല്ല, എന്റെ കൂടുതൽ ഞാൻ കണ്ടിടത്തോളം എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സർക്കിൾ നോക്കുമ്പോ അത് അത്യാവശ്യം നല്ലൊരു വ്യക്തി ഞാൻ കണ്ടത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നും. ഇതിപ്പോ എന്തിനാ പറഞ്ഞത്? പെൺകുട്ടികളെ വരാനാ ശരിക്കും. ഇൻസ്റ്റാഗ്രാം വേണ്ടി താഴെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് മുത്തോള് എന്ന് പറയുമ്പോ നിന്റെ പേര് ഹാജറ. ഹാജറ എന്ന് പറയുമ്പോ പണ്ട് ഇങ്ങനെ കൊറേ ഊക്കലൊക്കെ ഊക്കിയിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. ഊക്കാന്ന് പറയുമ്പോ എന്താ പറയാ, കളിയാക്കുക. ചിലയിടത്തൊക്കെ വേറെ ഭാഷകളൊക്കെ. അപ്പം കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് അങ്ങനെ വലിയ ഇവിടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. 2-3 വർഷം മുന്നൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അത് ഞാൻ കേട്ടത് ഇവിടെ വിട്ടിട്ടുണ്ട്. കാരണം ഒന്നും നമ്മൾ ഉള്ളിൽ വെക്കാൻ പാടില്ലല്ലോ, പ്രശ്നമാണ്. അപ്പം അങ്ങനെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആശാന് നൈസാണ്. ഭയങ്കര എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല. വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അനിയത്തിണ്ട്. ഇവർ രണ്ടാൾ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോട് പേഴ്സണലി നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടാളും നല്ല അടി ഉണ്ടാക്കണം. ഞാനും ടെസ്റ്റ് ആണെങ്കിലും അടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിൽ വെക്കൂല. അതുകൊണ്ടാണ് എനിക്കിപ്പോ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇവളോട് പറയാ. പക്ഷെ അത് ഇപ്പോൾ മനസ്സിൽ വെക്കൂല. ഞാൻ അതേപോലെ തന്നെ
പക്ഷെ ഗേൾസിന് സാധാരണ പറയാൻ മനസ്സിലാക്കണതൊക്കെ അല്ല. ഉമ്മാനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ എന്റെ അടുത്ത് ഈ അന്ന് എന്റെ അടുത്ത് കൊണ്ടുപോയ ഡ്രസ് അല്ലേ അല്ല അങ്ങനല്ല. ചില ഗേൾസിനൊക്കെ സാധാരണ ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ടെടുക്കും. ഓളിങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മള് മൂന്നാളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ഇത് കഴിഞ്ഞു, ഞങ്ങൾ സംസാരിക്കണേ. ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഗുഡ് ക്വാളിറ്റി എന്താണെന്നറിയോ? ഇപ്പൊ പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ബാധിക്കൂല. നമ്മൾ ആ ഭാഗത്തേക്ക് തീരെ തിരിഞ്ഞു നോക്കൂല. നമ്മളെ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സംസാരിച്ച് നമ്മൾ അവരാ കാര്യം. ഇപ്പൊ ചില ഫാമിലിയിലുണ്ട് പാരന്റ്സ് അങ്ങനെ ആണെങ്കിൽ കുട്ടികളും അതേമാതിരി മുണ്ടാതിരിക്കും, സംസാരിക്കൂല. അങ്ങനെ ആ പ്രശ്നത്തിൽ അങ്ങനത്തെ സംഭവം നമ്മളതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഇല്ല. റിഫിനെ പറ്റിയിട്ടാണ്. അവളെ ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ഭയങ്കര ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ക്യാരക്ടർ, അത് സത്യമാണ്. കാരണം അവള് കോളേജിലായിക്കോട്ടെ ഇപ്പൊ പോയ കോഴ്സിനായിക്കോട്ടെ അത് എനിക്കൊരു ഉറപ്പാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവളുടെ സംസാരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ ബോധത്തോടെ എന്റെ ഒക്കെ ഏകദേശം ഒരു ക്യാരക്ടറായിട്ട് വരും, ഫീമെയിൽ വേർഷൻ ആയിട്ട് വരും. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല വിശ്വാസം കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ് വരെ എനിക്ക് യാതൊരു വിധ കണക്ഷനോ അല്ലെങ്കിൽ കമ്പനി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ 10 കഴിഞ്ഞിട്ടാണ് ആ 10 കഴിഞ്ഞിട്ട് പല കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാൻ അപ്പോഴാണ് അവളെ പറ്റി മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ഞാനൊരു ബ്രദർ എന്നുള്ള സ്ഥാനം മാറിയിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടിലോട്ട് മാറി. കാരണം എല്ലാ ആളുകളും അങ്ങനെ മാറണം, എന്നാലേ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് ആവണം. കാരണം നമ്മള് ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് ആയില്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരൊക്കെ വേറെ ആളുകളെ തേടി പോകും സംസാരിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും. നമ്മൾ ഫ്രണ്ട് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രദർ ആരാണോ ബ്രദറിന് നമ്മളടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ ആ രീതിക്ക് നിൽക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയലുണ്ട് എന്റെ ലൈഫിലെ എന്ത് കാര്യങ്ങളും ഞാൻ പറയുന്നത്. അത് അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും ആ ഒരു മൈൻഡ് എടുക്കാൻ പറ്റുന്ന ഒരാളാവണം. അല്ലാണ്ട് നമ്മുടെ വേറെ പഴയ ആൾക്കാരെ മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മളെ പെങ്ങന്മാരെ അടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോ ഒരു പല കാര്യങ്ങളിലും റിയാലിറ്റി മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിനനുസരിച്ച് പെങ്ങന്മാരോടൊക്കെ നിൽക്കുക. അതാകുമ്പോ നമ്മുടെ പെങ്ങന്മാരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിലും എല്ലാം വിളിച്ചോടിട്ടോ എന്ത് കാട്ടുമുക്കുന്നൊക്കെ കിട്ടും. അതിനെക്കാട്ടും നല്ല നമ്മളെ മറ്റേ പെങ്ങളെ ഒരു ബ്രദറായ പെങ്ങളായിട്ടും ഫ്രണ്ട്ഷിപ്പായിട്ടും എല്ലാം കാണാം. ഇനി അടുത്തത് ആരാണ്? പോയിന്റ് എല്ലാരും നോട്ട് ചെയ്യേണ്ട സാധനമാണ്. അത് സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ ഒരു റിലേഷൻ, ഈ ബ്രദർഹുഡ്, ആ ഒരു സിസ്റ്റർ ബ്രദർ എന്നുള്ള റിലേഷൻ നല്ല രീതിയിൽ എന്താ പറയാ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതാണ് മാത്രമേ ഉള്ളൂ. അതെല്ലാവരോടും എല്ലാ ബ്രദർമാരും അത് ചിന്തിക്കണം. ബ്രദർ ആയിക്കോട്ടെ സിസ്റ്റർ ആയിക്കോട്ടെ അത് ചിന്തിക്കണം. നമ്മുടെ സ്വന്തം രക്തത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും പുറത്തുള്ള ആൾക്കാരെ എങ്ങനെ കാണാം. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് മനസ്സിലാവാം. നമ്മളായിക്കോട്ടെ ഇപ്പോൾ റിയാലിറ്റി വെച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇപ്പം അവർക്ക് അവിടുന്ന് വീട്ടിലാരും സപ്പോർട്ടില്ല, ബ്രദർ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ആ പെണ്ണ് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയാം. നമ്മളറിയാത്തൊരു പെണ്ണ് മെസ്സേജ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് പറയും. അവൾക്ക് അവളുടെ ബ്രദർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെങ്ങളൊക്കെ നമ്മൾ വേറെ എന്തിനാണ് പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങള് ഫ്രണ്ട്ഷിപ്പ് എടുത്ത് വേറെ പുറത്തു പോകേണ്ട കാര്യമില്ല. അതെ, നീ ബാക്കി പറഞ്ഞില്ല. നീ ഇനി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റമീസിനെ പറ്റി പറയാം. ഇവിടെ തന്നെ തുടങ്ങാം. റമീസ് എന്ന് പറയുമ്പോ എന്റെ കൂടെ എന്താ പറയാ പഴയ കാലം നമ്മളെ ആ ഒരു എന്താ പറയാ ഏട്ടനനിയൻ ആ ഒരു ബന്ധാണെങ്കിലും പിന്നീട് ഏട്ടനന്റെ ബന്ധം ഒഴിവാക്കി മൊത്തത്തിൽ പോയി. പിന്നെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു മച്ചാ ബന്ധത്തിലേക്ക് എത്തി. മച്ചാനെ വിളിച്ചാൽ എന്താ മച്ചു എന്നിറങ്ങാണ്ട് വേണ്ടി ആ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കസിനാണ്, ഫ്രണ്ടാന്ന് വെച്ചാൽ ഫ്രണ്ടാണ്. നാട്ടിലെ ഗ്യാങ്ങിന് എല്ലാവരും കൂടെ ഉള്ളതില് നമ്മുടെ നാട്ടിലെ ഗ്യാങ്ങിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ അപ്പൊ നമ്മളെല്ലാം ആ ഒരു വൈബിലാണ് പോയിരുന്നത്. അപ്പൊ നമുക്കിതിൽ എന്താ പറയാ നമുക്കിതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു വൈബിൽ ഇങ്ങനെ പോണം. പിന്നെ ഇവളെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ആജിനെ പറ്റി പറയാണെങ്കിൽ ആജിനെ പറ്റി പറയാന്ന് കട്ട് ചെയ്യൂലല്ലേ ഇവിടെ. ആജിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സീനാണ്. കാരണം ഞങ്ങള് ഏകദേശം ഒരു ചെറിയ 2-3 മാസത്തിന് വ്യത്യാസമുള്ളൂ.
പക്ഷെ ഞങ്ങള് എപ്പോ നോക്കിയാലും ആദ്യ കാലങ്ങളിൽ ഇപ്പഴല്ല പണ്ട് മുതൽ ഒടുക്കത്തടിയാ ഈരും പാമ്പും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ്. എന്താണാവോ പറ്റണില്ല. എത്ര അങ്ങോട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേലൊക്കെ മൈന്യൂട്ട് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അടി വെക്കും. അതാണ് പക്ഷെ ഇപ്പൊ ഞങ്ങള് എന്താ പറയുക അത്യാവശ്യം ഏജ് ആയപ്പോ ഇപ്പൊ ആ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. പക്ഷെ ഏറുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ എപ്പോഴും വന്നാ ഞാൻ ആ റൂമിൽ പഠിക്കണ്ടെങ്കിൽ ഇപ്പൊ വന്ന് നോക്കും ചിത്രപാടം പഠിച്ചില്ലേ. ഒരേ ഏജ് ആകണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലഘട്ടം മുന്നോട്ടുണ്ടോ. അപ്പോ അതാണ് ആ ഒരു ബോണ്ടാണ് ഞാനും മോളും കൂടി ഉള്ളത്. പിന്നെ റിഫനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ റിഫ ഇപ്പോ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയാത്ത റിഫ ഇതാണ് അപ്പൊ ആ ഒരു ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് ആ ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. പിന്നെ കുറച്ച് വലുതായി വന്നപ്പോ ഇവള് ഇൻഫ്ലുവൻസർ ആയി. പിന്നെ നമ്മൾ ഇവൾക്ക് വേറൊരു വൈബായി. പിന്നെ ഇവള് അത് പിന്നെ നമ്മൾ ആ വൈബ് പിടിക്കാനായിട്ട് എന്ത് ചെയ്യും കൂടെ കൂടും. പക്ഷെ പറ്റണില്ല, എന്ത് ചെയ്യാനാ. ഇവളിപ്പോ ഇൻഫ്ലുവൻസർ ആയിക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സിന്റെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കാളും ഉഷാറായിട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, വലിയ ആളാവട്ടെ. ഇവളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് കൂടി സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇജിന്തല്ല പറഞ്ഞത്, ക്വാളിറ്റി അല്ല പറഞ്ഞത്, ഇൻഫ്ലുവൻസർ ആണ് അതേപോലെ ആവട്ടെ. ഞാൻ ഇൻഫ്ലുവൻസർ, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നോന്ന് എനിക്കറിയില്ല ഞാൻ ബാക്കിയുള്ളവരെ. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മോട്ടിവേഷൻ ആയിട്ട് നീ പറയണ്ട. ചില വീഡിയോസിൽ മാത്രമേ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അറിയിച്ചാൽ മതി. ചില എന്റെ കുറെ ഫ്രണ്ട്സിലൊക്കെ ഈ ഇങ്ങനെ ഒരു കസിൻസ് വൈബ് എന്നൊക്കെ പറഞ്ഞത് കുറെ കുറവാണ്. നമ്മളൊക്കെ നമ്മൾ സത്യം പറഞ്ഞ ഭാഗ്യമാണ്. കാരണം ഓരോരോ ഏജ് ഡിഫറൻസ്. ഇപ്പൊ എന്റെ ഒരു വയസ്സ് മൂത്ത നീ, അവന്റെ ഒരു വയസ്സ് മൂത്ത ഇവള് 4 മാസം. അപ്പം നമ്മുടെ ഏജിൽ കുറെ ആൾക്കാരുണ്ട്. ഷിബിലായിക്കോട്ടെ, എല്ലാവരും നമ്മളൊക്കെ ഒരേ വൈബാണ്. അതൊരു സംഭവം തന്നെ. എന്റെ ഉപ്പാന്റെ ഫാമിലിയിലേക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അല്ലേ. നമ്മുടെ ഈ ഒരു ഫാമിലിയില് എന്താ അങ്ങനെ നമ്മളെ മാതാപിതാക്കൾ അങ്ങനെ ആരുണ്ടായിരിക്കാം എനിക്കറിയില്ല. മാതാപിതാക്കൾ ഇതേപോലെ ഒരു വൈബ് ടീം തന്നെയാണ് നോക്കുകയാണെങ്കിൽ. അതെ, അവരവരുടേതായിട്ടുള്ള വൈബ്. നമ്മള് ന്യൂജൻ വൈബ് അത്രല്ലേ. വൈബ് മീൻസ് ആക്റ്റീവ് ആണ് ഉദ്ദേശിച്ചത്. വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലതരം വൈബ്സ് ഉണ്ട്. അതെ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യാം, അതെ, എന്ത് വേണമെങ്കിലും എന്തോ. വീഡിയോ ചെയ്യാൻ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിന് ക്യാമറ വന്ന് ആരും പിടിക്കാനോ വലിച്ചോട്ടിരിക്കാനോ ഒരു ആവശ്യമില്ല. ഇൻട്രൊഡക്ഷൻ വന്നൂട് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും വന്ന് മനുഷ്യന്മാരല്ല, അവസാനം എന്തായാലും വരും. അപ്പൊ അത്രയുള്ളൂ. കഴിച്ച് എന്താ പറയാൻ അറിയാം. എന്താ പറയാ, പറഞ്ഞോ. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെങ്ങളെ കൂടെ വീടുന്നതിന്, പെങ്ങളല്ലേ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടും. എന്റെ പെങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. അതുപോലെ കൂടെ അഭിനയൊക്കെ ചെയ്യും. ഒരു നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അല്ലേ, എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ പെങ്ങളെ കൂടെയാണ് അഭിനയിക്കുന്നത്. അത് ഞാൻ എന്തായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അവളെ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അതിനിപ്പോ ഞാൻ അതിൽ പൊട്ടനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എന്തപ്പോൾ ആർക്കെ പ്രശ്നം, എന്ത് എനിക്ക് യാതൊരു കുറവില്ല, അതിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അവള് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ കൂടെ ചെല്ലും. ഇതൊക്കെ രസമല്ലേ. നമ്മളിതൊക്കെ എത്ര കാലം ഉണ്ടാവും. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ ഇടുന്ന ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഇപ്പൊ നിനക്കൊക്കെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ വീഡിയോ യൂട്യൂബിലുണ്ടാവും. നമുക്ക് അന്ന് ആ ടൈമിൽ ഇത് കാണിച്ചു കൊടുക്കാം. മനസ്സിലായ, നമ്മുടെ പേരമക്കൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം, ഞങ്ങൾ അന്നത്തെ കസിൻസ് ആണ്. അത് നൈസാവല്ലേ. അന്നൊക്കെ വൈബ് വരുന്നില്ല. എന്റെ കുട്ടിയൊക്കെ കണ്ണട വെച്ച് കുപ്പായി ഇടാൻ തന്തപ്പൊടിന്ന് അറിയും. അല്ല സീരിയസ്ലി ചിന്തിച്ചോക്കാ അല്ലേ.
അതൊക്കെ ഭയങ്കര സംഭവം. നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ ലൈഫിൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും വരാൻ ഒരു വഴിയില്ല, പക്ഷെ നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം. ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസ് ആണ്. കിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ഹാപ്പിനെസ് ആണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം. നമ്മൾ ഇത്രയും നേരം ചിരിച്ച് കളിച്ച കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളും. ഇതാ പിന്നെ എന്റെ ഒരു അനിയൻ ഇവിടെ അതങ്ങനെ പറഞ്ഞു വെച്ചിട്ടാ. ഇത് എന്റെ അനിയനാണ്. ഇങ്ങോട്ടേക്ക് റിഹാൽ ഇവിടെ ഇങ്ങോട്ട് നീ തന്നെ കണ്ടേരല്ലോ. ചാമ്പികൾ ഇവിടെ നിന്നോ. ഇപ്പൊ എല്ലാരും കിട്ടുന്നില്ല. അപ്പൊ എന്റെ അനിയനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അവന് ഇതിന്റെ ശിറ്റിരി വാവന്റെ ഓമന്റെ ഓമനന്റെ ആളാണ് എന്റെ ഓമന. പക്ഷേ ഇത്ര ഉള്ളായിരുന്നു, പെട്ടെന്ന് വെച്ചിട്ടാണ് വലിയ ആളായത്. എന്റെ കുട്ടി ഇപ്പൊ വലിയ ആളായി, വലിയ പുള്ളിയാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. നല്ല ക്യാരക്ടർ ആവട്ടെ. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മളിപ്പോ ഞാൻ ആൾക്കാരോട് പറയില്ലേ, നമ്മള് ചെറുപ്പത്തിൽ നമ്മളെ വലിയ ആൾക്കാർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മളത് അനുഭവിച്ച് വന്നപ്പോ നമുക്ക് മനസ്സിലായി. അപ്പം വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞത് കുറച്ചൊക്കെ ഒരു 50% മനസ്സിലാക്കാം. പൊട്ടന്മാര് പറഞ്ഞ കേൾക്കരുത്. ഏജ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ആരും വലിയ സംഭവം പോകുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കാര്യം വിചാരിച്ചിട്ട് കൂടുതൽ റെസ്പെക്ട് കൊടുക്കാൻ നമ്മളറിയില്ല. ഒരാളെ ഏജ് ഉള്ള ഒരാൾ നല്ല റെസ്പെക്ട് കൊടുക്കൽ എങ്ങനെയാന്ന് അറിയാം. അവരെ വാക്കും പ്രവൃത്തിയിലും നമുക്ക് തോന്നണം. അത് ഏജിനൊന്നുമില്ല, നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ സംസാരിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് 23 വയസ്സാണ് അല്ലെങ്കിൽ 24 വയസ്സാണെന്ന് പറയത്തില്ല, നിന്റെ സംസാരം കൊണ്ട് ഒരു 30 വയസ്സൊക്കെ സംസാരം മെച്യൂരിറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഏജ് അല്ല, കുറച്ചൊക്കെ ഏജുള്ള മെച്യൂരിറ്റിയുള്ള സംസാരം. എനിക്കറിയത്തില്ല, ഞാൻ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് ആ രീതിക്കാണ് സംസാരിക്കുക. അതുപോലെയൊക്കെ ഞാൻ എന്നോട് പറയാറുണ്ട്, നല്ല ക്യാരക്ടർ ആവാൻ നോക്കുക. മോട്ടിവേഷൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കിട്ടാൻ സംഭവം, ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംഭവമാണ് മോട്ടിവേഷൻ. ഇങ്ങനെ ഓരോ ചലഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും. അടുത്ത ചലഞ്ച് തുടങ്ങാം. എന്താ പറഞ്ഞ വീഡിയോ ചെയ്യാൻ വിളിച്ചാൽ ഇവിടെ എങ്ങനെ അപ്പൊ ഗായ്സ് നമ്മള് വീഡിയോ ഉണ്ടല്ല. അപ്പൊ ഗായ്സ് നമ്മള് വീഡിയോ എത്ര ഉള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.